വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കേരള കോൺഗ്രസ് കൊല്ലം KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് M. പുതുശ്ശേരി ധർണ ഉദ്ഘാടനം ചെയ്തു. അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള പുതിയ കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി 25 വർഷവും 4.29 രൂപയ്ക്ക് വൈദ്യുതി ലഭിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇറക്കിയ ലാഭകരമായ കരാർ റദ്ദാക്കിയത് മൂലം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ചാർജ് വർധനവിന് കാരണമായത്. 7 വർഷം കരാർ പ്രകാരം വൈദ്യുതി വാങ്ങിയ ബോർഡ് കരാർ റദ്ദാക്കിയ ശേഷം 4.29 സ്ഥാനത്ത് 6 മുതൽ 12 രൂപ വരെ നിരക്കിലാണ് വൈദ്യുതി വാങ്ങിയത്. പ്രതിദിനം 10 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുണ്ടാക്കിയതെന്നും ജോസഫ് M. പുതുശ്ശേരി പറഞ്ഞു. ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത് 6 രൂപ 80 പൈസ മുതൽ 12 രൂപ വരെയുള്ള നിരക്കിലാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രതിദിനം 10 കോടി രൂപയുടെ നഷ്ടമാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നഷ്ടം നികത്താനാണ് ഇപ്പോൾ നികുതി വർധനവ് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന. ആ നഷ്ടം നികത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പിണറായി സർക്കാർ കഴിഞ്ഞ 7 വർഷത്തെ ഭരണത്തിലൂടെ കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണിൽ ചോരയില്ലാതെ കേരളത്തെ കൊള്ളയടിക്കുന്ന കുറുവാ സംഘമായി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ജോർജ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ അബ്ദുൾ റഹ്മാൻ, കുളക്കട രാജു, വിശ്വജിത്ത്, K. അനിൽ, റോയ് ഉമ്മൻ, ഈച്ചംവിട്ടിൽ നയാസ് മുഹമ്മദ്, ബിജു മൈനാഗപ്പള്ളി, കുറ്റിയിൽ ശ്യാം, തേവള്ളി പുഷ്പൻ, മണലിൽ സുബൈർ, ഉഷാകുമാരി, ഗോകുല സന്തോഷ്, കോടിയാട്ട് ബാലകൃഷ്ണപിള്ള, രവി കുളർത്തൂർ, ഗീത സുഗുനാഥ്, മാങ്കോട് ഷാജഹാൻ, സ്റ്റാർ C. രത്നാകരൻ, മൈലം സുശീലൻ, ഹരീഷ് മുളവന, സജി മളാക്കോണം, കുറ്റിയിൽ നാസർ, A. ബ്രൂണോ, പെരുമൻ ഷാജി, അമ്പലത്തും ഫാങ്ങൻ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.